ഹിന്ദിയിൽ എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരു പ്രയോഗമാണ് മുझे लगा. എന്താണ് മുझे लगा? मुझे लगा कि वो आएगा. मुझे लगा कि बारिश होगी. मुझे लगा. മുझे लगा എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു എന്നർത്ഥം. അപ്പോൾ ആദ്യം എന്ത് പറയുന്ന അറിയോ? ആദ്യം മുझे लगा कि എന്നുള്ള ഈ ഒരു സംഭവം പറയാം. അതിനുശേഷം നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയാം. ഉദാഹരണം കണ്ടോളി. എനിക്ക് പറയണം അവൻ വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നി. എന്താണ്? അവൻ വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് പറയാം. മുझे लगा कि ആദ്യം പറയാം. അതിനുശേഷം വോ घर पर है. വോ घर पर है. ഇപ്പോഴുണ്ടോ വോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ. സാധാരണ സംസാരത്തിൽ അവൾ അല്ലെങ്കിൽ അവൻ എന്നുള്ള ഈ ഒരു സംഭവത്തിന് വോ എന്ന് പറയാം. വോ. ഗർപ്പർ എന്ന് പറഞ്ഞാലോ വീട്ടിൽ. ഓക്കെ, ഉണ്ട്. ഇനി നമ്മൾ ഗർപ്പർ എന്ന് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ ഗർപ്പർ എന്ന് പറയാറില്ല, ഗർപ്പേ എന്ന് പറയാം. ഗർപ്പേ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാം, മുझे लगा कि वो घर पे है. സിമ്പിൾ ആയിട്ട് മുझे लगा कि वो घर पे है. അല്ല എവിടെയൊക്കെ? അതെ, ഞാൻ രാഹുലിൻ്റെ വീട് വരെ ഒന്ന് പോവാണ്. അത് രാഹുൽ വീട്ടിലല്ലോ, ഇല്ലേ? ഓ മുझे लगा कि वो घर पे है. മുझे लगा कि वो घर पे है. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി രണ്ടാമതാണ് മുझे लगा कि. ആദ്യം പറയാ മുझे लगा कि बारिश होगी. അല്ലേ? മുझे लगा कि बारिश होगी എന്താർത്ഥം? മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നിയെന്നായി. എനിക്ക് തോന്നി മഴ പെയ്യുമെന്ന്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. അല്ല ഇതിനിടയ്ക്ക് ഈ കീ 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 എന്ന് പറയാം. എന്താ കീ 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 കീ? ഇവിടെ ഉണ്ടോ? ഇല്ലേ? നിന്ന് എന്താണ്? അല്ലേ? വീട്ടിലുണ്ട് അല്ലെ, വീട്ടിലുണ്ടെന്ന് അല്ലെങ്കിൽ മഴ പെയ്യുമെന്ന്. അന്ന് ആണ് ഇവിടെ കീ എന്ന് പറയുന്നത്. കീ. ഓക്കെ, അപ്പം എന്തായി? മുझे लगा कि बारिश होगी. എനിക്ക് തോന്നി മഴ പെയ്യുമെന്ന്. മഴ പെയ്യുമെന്ന്. ഒരുത്തൻ വെയിലത്ത് കുട പിടിച്ചിങ്ങനെ പോവാണ്. അല്ല എവിടേക്കാണ്? ഞാൻ മാർക്കറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം. അല്ല അതല്ല, ഈ കുട പിടിച്ച് എവിടേക്കാന്ന്? അതെ, മുझे लगा कि बारिश होगी. മുझे लगा कि बारिश होगी. ഇതൊരു 4-5 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മക്കളെ അത് അങ്ങനെ തന്നെ പഠിയും. സിമ്പിളായിട്ട് പഠിയും. എന്ന് പറഞ്ഞു നോക്കൂ, മുझे लगा कि बारिश होगी. അല്ലേ? അത് ഓക്കെ ആയി. ഇനി നമ്മുടെ മൂന്നാമത് നോക്കാം. മുझे लगा कि वो मुझे जानता है. എന്താണ്? മുझे लगा कि ആദ്യം പറയാ വോ അവൻ, മുझे എന്നെ जानता है അറിയുമെന്ന്. അല്ലേ? അപ്പോൾ എന്തായി? ഇവിടെ കീ വന്നല്ലോ, അപ്പോൾ അറിയുമെന്നായി. അവന് എന്നെ അറിയുമെന്ന് എനിക്ക് തോന്നി എന്നർത്ഥം. അവന് എന്നെ അറിയുമെന്ന് എനിക്ക് തോന്നി. മുझे लगा कि वो मुझे जानता है. ഞാൻ ഒരാളോട് ഇങ്ങനെ കൈ കാണിക്കുക, ഹലോ, ഹായ്, ഹലോ. അപ്പോൾ ഒരാൾ, അതല്ല ആരോടെ ഈ കൈ കാണിക്കുന്നത്? അത് അവനോട്. അതിന് അവന് നിന്നെ അറിയില്ലല്ലോ. അറിയില്ലേ? ഓ മുझे लगा कि वो मुझे जानता है. ഉണ്ടോ? മുझे लगा कि वो मुझे जानता है. ഒരു 4-5 തവണ പറഞ്ഞ് പെർഫെക്റ്റ്. ഓക്കെ ആണോ? അപ്പോൾ അതും ഓക്കെ ആണ്. ഇനി നമ്മുടെ നാലാമത്തെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഫൈൻ. നാലാമതാണ് മുझे लगा कि. ആദ്യം പറയാ മുझे लगा कि आप मुझे बुला रहे. എന്താണ്? मुझे लगा कि आप मुझे बुला रहे हैं. അപ്പോൾ പറയുമ്പോൾ രഹേ ഹേ എന്ന് പറയില്ല, സിമ്പിളായിട്ട് പറയുള്ളൂ. ബുലാരെ രേ എന്ന് പറയുള്ളൂ. രേ ബുലാരെ. മുझे लगा कि आप मुझे बुला रहे. അത്ര പറയുള്ളൂ. രഹേ ഹേ എന്ന് പറയാറില്ല പെട്ടെന്ന് പറയുമ്പോൾ. എന്താണ്? മുझे लगा कि आप मुझे बुला रहे. നിങ്ങൾ എന്നെ വിളിക്കുകയാണെന്ന് എനിക്ക് തോന്നിയെന്നായി. എനിക്ക് തോന്നി നിങ്ങൾ എന്നെ വിളിക്കുകയാണെന്ന്. ഞാനിങ്ങനെ വരികയാണ്. അല്ല എന്തേ വിളിച്ചെന്തേ? ആര് വിളിച്ചു? എപ്പോൾ വിളിച്ചു? मुझे लगा कि आप मुझे बुला रहे. मुझे लगा कि आप मुझे बुला रहे. ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരു 4-5 തവണ പറഞ്ഞ കൂടെ പറയാ. मुझे लगा कि आप मुझे बुला रहे. मुझे लगा कि आप मुझे बुला रहे. ഓക്കെ, അപ്പോൾ ഒരേ സെൻറ്റൻസ് വീണ്ടും 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 പറയാം. കുറേ പറയുമ്പോൾ അത് പെർഫെക്റ്റായി. പറയേണ്ട സമയത്ത് ഓട്ടോമാറ്റിക് വന്നോളൂ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ നാലാമത്താണ് മുझे लगा कि आप मुझे बुला रहे. ബുലാരേ എന്ന് പറഞ്ഞാൽ മതി. ബുലാരേ, ബുലാരേ ഹേ ഹേ എന്ന് പറയണ്ട, ബുലാരേ അങ്ങനെ പറയുള്ളൂ സംസാരിക്കുമ്പോൾ. ഇനി അഞ്ചാമത്താണ്, അടുത്താണ് मुझे लगा कि वो नहीं आएगा. मुझे लगा कि वो
നഹി ആയേഗ. മുജെ ലഗാക്കി എന്ന് മനസ്സിലായല്ലോ. എനിക്ക് തോന്നി വോ അവൻ നഹി ഇല്ല ആയേഗ. നഹി ആയേഗ എന്നാണ് വരില്ല എന്ന് അല്ലേ. എന്താ ഇതാ അവൻ വരില്ലെന്ന് ഞാൻ കരുതി, അല്ലെങ്കിൽ അവൻ വരില്ലെന്ന് എനിക്ക് തോന്നി എന്നായി. മുജെ ലഗാക്കി വോ നഹി ആയേഗ അല്ലേ. അതെ, അപ്പോൾ നമ്മൾ പോയാലോ? അല്ല, അവനെ വിളിക്കണ്ടേ? ഹേ ഹേ അവൻ വരുന്നുണ്ടോ? അതെ. ഓ മുജെ ലഗാക്കി വോ നഹി ആയേഗ. മുജെ ലഗാക്കി വോ നഹി ആയേഗ. പറയുമ്പോൾ ആദ്യം പതുക്കെ പറയാം, അതിങ്ങനെ പറഞ്ഞ് പിന്നെ സ്പീഡ് കൂട്ടി കൊണ്ടുവരാം അല്ലേ. മുജെ ലഗാക്കി വോ നഹി ആയേഗ. ഓക്കെ. ഇനി എനിക്ക് തോന്നി അവൻ വരുമെന്ന് പറയാം. എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച അവൻ വരുമെന്ന്. അങ്ങനെ ആകുമ്പോൾ നഹി ഒഴിവാക്കുക അല്ലേ. മുജെ ലഗാക്കി വോ ആയേഗ അല്ലേ. എന്താണ്? മുജെ ലഗാക്കി വോ ആയേഗ. സിമ്പിൾ അല്ലേ? ആണല്ലോ, സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ ഹിന്ദിയുടെ ഉച്ചാരണം മലയാളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ മലയാളമുണ്ട്. ഇനി നമ്മുടെ ആറാമത്തെ സെൻറ്റൻസ് ആണ്. കണ്ടോളി. മുജെ ലഗാക്കി, ആദ്യം പറയാം. മുജെ ലഗാക്കി ആ ചുട്ടി ഹേ. മുജെ ലഗാക്കി ആ ചുട്ടി ഹേ എന്താ അർത്ഥം? എനിക്ക് തോന്നി ഇന്ന് അവധിയാണെന്ന്. എന്താണ്? ഇന്ന് അവധിയാണെന്ന് ഞാൻ കരുതി, അല്ലെങ്കിൽ എനിക്ക് തോന്നി എന്നായി. എടാ, നീ ഇന്ന് ക്ലാസ്സിന് പോകണില്ലേ? ക്ലാസ്സിനോ? ഇന്ന് ക്ലാസ് ഉണ്ടോ? അതെ, ഇന്ന് ക്ലാസ് ഉണ്ട്. ഓ മുജെ ലഗാക്കി ആ ചുട്ടി ഹേ. മുജെ ലഗാക്കി ആ ചുട്ടി ഹേ. എന്താണ്? മുജെ ലഗാക്കി ആ ചുട്ടി ഹേ. ഒരു 5-6 തവണ പറഞ്ഞോളൂ. സിമ്പിളായി, പെർഫെക്റ്റ് ആവും. മുജെ ലഗാക്കി ആ ചുട്ടി ഹേ. ചുട്ടി ലീവ് എന്നുണ്ടോ? ലീവ് ആചരണ ഇന്ന്. മുജെ ലഗാക്കി ആ ചുട്ടി ഹേ. ഓക്കെ, അപ്പം എനിക്ക് തോന്നി ഇന്ന് എന്താണ് ലീവാണെന്ന്, അവധിയാണെന്ന് എനിക്ക് തോന്നിയെന്നായി. ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഒരു 1-2 ഉദാഹരണം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് അയക്കുക. അത്ര തന്നെ. കണ്ടോളി. 7-ാമത്താണ്. മുജെ ലഗാക്കി ആപ് മസാക് കർ രഹേ ഹേ. മുജെ ലഗാക്കി ആപ് നീ താങ്കൾ. ഓക്കെ, ഇനി നിങ്ങൾ മസാക്ക്. ഇത് മസാക്ക് ഉണ്ട്. മസാക്ക് അല്ല, മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മസ എന്ന് പറയുന്നത്. മസാക്ക് തമാശ, മസാക്ക് എന്താണ്? മുജെ ലഗാക്കി ആപ് മസാക് കർ രഹേ ഹേ. അപ്പം കർ രഹേ ഹേ എന്ന് പറയുമ്പോൾ കറേ എന്ന് പറഞ്ഞാൽ മതി. മുജെ ലഗാക്കി ആപ് മജാ കർ രഹേ. എന്താണ്? മുജെ ലഗാക്കി ആപ് മജാ കർ രഹേ. അങ്ങനെ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് പറയില്ലേ, സംസാരിക്കുമ്പോൾ, നോർമലി സംസാരിക്കുമ്പോൾ ആ രഹേ ഹേ ഒന്നും ശരിക്കും കേൾക്കില്ല. അതൊക്കെ ഇങ്ങനെ മിക്സ് ആക്കാണ് പറയാം അവർ. മിക്സ് ആക്കും. ഓക്കെ, മുജെ ലഗാക്കി ആപ് മജാ കർ രഹേ. മുജെ ലഗാക്കി ആപ് മജാ കർ രഹേ. ഓക്കെ, എന്താ അർത്ഥം? നിങ്ങൾ തമാശ പറയുകയാണെന്ന് ഞാൻ കരുതി, അല്ലെങ്കിൽ നിങ്ങൾ തമാശ പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ചിന്തിച്ചു, അല്ലെങ്കിൽ എനിക്ക് തോന്നി എന്നൊക്കെ പറയാം. എനിക്ക് തോന്നിയെന്നായി. മുജെ ലഗാക്കി ആപ് മജാ കർ രഹേ അല്ലേ. നമ്മൾ ചില സമയങ്ങൾ അങ്ങല്ലേ, നമ്മുടെ സുഹൃത്ത് എന്തെങ്കിലും ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോൾ അല്ലേ, നമുക്കത് തമാശ തോന്നും. പിന്നീട് നമ്മൾ പറയും, അതെ മുജെ ലഗാക്കി ആപ് മജാ കർ രഹേ അല്ലേ. ഞാൻ കരുതി ഇനി തമാശ പറയാമെന്ന് ആണല്ലോ. അപ്പം നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു 2-3 സെൻറ്റൻസ് മുജെ ലഗാക്കി എന്ന് തുടങ്ങിയിട്ട് ഒരു 2-3 സെൻറ്റൻസ് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് അയക്കാം. तो सभी को मेरा बहुत बहुत धन्यवाद.